അയ്യേ മെലിഞ്ഞവൻ നന്നായിരിക്കണമെന്ന് ഭയങ്കരമായിട്ട് വർണ്ണിച്ചല്ലോ. എന്തിനു കൊള്ളാം, സ്കിന്നും വലിഞ്ഞു തൂങ്ങി 50 വയസ്സ് കൂടുതൽ പോലെ ഇരിക്കുന്നുണ്ട്. മെലിഞ്ഞ് ഞാൻ കിളവിയെ പോലെ ഇരിക്കും, കൊള്ളൂല. മണി നീ ഇങ്ങനെ എൻ്റെ പിണങ്ങി ഇരിക്കല്ലേ മണി. എന്നോടൊന്നും സംസാരിക്കണ്ട, പൊക്കോ. മണി പറയട്ടെ, തൊടരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്. പിന്നെ എന്നോ ഉദ്ദേശിച്ച് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ നിന്റെ തടി എനിക്കൊരു പ്രശ്നമല്ല. നീ ഇങ്ങനെ വണ്ണമായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അതെന്ന് നീ കേട്ടില്ലേ, ആനച്ചന്തെന്നു? അതാണ് നീ. ഓഹോ, ആനാന്ന് വിളിച്ചല്ലേ അവസാനം എന്നെ? കുറച്ചു നേരത്തെ പോത്തെന്ന് വിളിച്ച് ഇപ്പൊ ആനാന്ന്. കൊള്ളാം, നിങ്ങൾ എന്നെ മൃഗമായിട്ടാണ് കാണുന്നതല്ലേ? എന്നെ മണിക്കുട്ടി, നീ അക്ഷരം മിണ്ടെടുത്തിട്ട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്താ പ്രശ്നം? അളിയ ഒന്ന് പറയാളിയാ. എന്താ പറയാന്? ഇവിടെ തടിയേ തടി, അത് തടി അളിയന് ഇഷ്ടമല്ലല്ലോ. എന്നെ ആനാന്ന് വിളിച്ച്. ആനയെന്ന് വിളിച്ചു? എന്ത് കളിയത് മണിക്കൂട്ട? അങ്ങനെ അല്ലെന്ന് മണിക്കൂട്ട. ഒന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മണിക്കൂട്ട. 2000 മണിക്കൂട്ട ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും മണിക്കൂട്ട. എന്നെ ആരും മനസ്സിലാക്കൊന്നും വേണ്ട. ഓ ഇവിടെ പോക്കോ, ഇനി ഇവിടെ സംസാരിക്കണ്ട. അളിയുമ്പോ ഞാൻ ഇനി ഇവിടെ സംസാരിക്കണ്ട. അളിയുമ്പോ അപ്പൊ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിക്കും. നിന്റെ ആങ്ങളെ പറയുമ്പോ നിനക്ക് വിശ്വാസമാവുമല്ലോ. ഒന്നേ അത് പെങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ. പെങ്ങള് വിചാരിക്കുന്ന പോലെ പുള്ളി വേറെ മനസ്സിലൊന്നും ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്. നല്ലോണം ഉദ്ദേശിച്ച് എന്നെ പറഞ്ഞു. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഡയറ്റ് ചെയ്ത് ഞാൻ വണ്ണം കുറയ്ക്കും. അത് നല്ല കാര്യം. അല്ല, തടി കാരണമുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ആരോഗ്യ പ്രശ്നം. പക്ഷെ അതൊന്നും അല്ലാതെ വേറൊരു പ്രശ്നം എനിക്കുണ്ട്. വേറെ പ്രശ്നമോ? എന്തോന്ന്? ചേട്ടനായതുകൊണ്ട് ഞാൻ കാര്യം പറയാം. നിനക്ക് വേറെ അസുഖം വല്ലതും ഉണ്ടോ? എന്തോന്ന്? എനിക്കേ ഈ വിശപ്പിന്റെ അസുഖമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, അച്ഛനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇച്ചിരി ഭക്ഷണം കഴിച്ചോണ്ടേ 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. വലിയ ആവേശത്തിൽ ഞാൻ കുറേ പ്രാവശ്യം ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മാക്സിമം 2 കടിച്ചു പിടിച്ച് 3 വരെ എത്തും. അത് കഴിയുമ്പോണ്ടല്ലോ നല്ല ചൂട് ചോറിൽ ഈ മീൻചാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കണ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ കൺട്രോൾ വിട്ടുപോകും. ആണോ? സത്യം പറയാൻ എൻ്റെ പെങ്ങളെ, നിനക്ക് ഈ ആഹാരത്തോട് ഇത്രത്തോളം ആക്രാന്തം ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ആണല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ഡയറ്റ് തുടങ്ങിക്കോ. അയ്യോ, ഞാൻ ചത്തു എന്നിട്ട്. ജഡി, നീ ഇന്നു മുതൽ ഡയറ്റ് തുടങ്ങിക്കോ. ബാക്കി കാര്യം ഞാനേറ്റ്. എന്ത് ചെയ്യും? അതായത് ഇവിടുത്തെ ബാക്കി എല്ലാവരും കാണുന്ന രൂപത്തിൽ നീ എന്തെങ്കിലും പച്ചക്കറിയോ അതുപോലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. വേറെ ആഹാരമൊന്നും കഴിക്കരുത്. എന്നിട്ട് ഞാൻ രഹസ്യമായിട്ട് വെളിയിൽ പോയി മട്ടൻ ചാപ്സ്, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, പൊറോട്ട, ഇറച്ചി, ബിരിയാണി, ഈ സാധനമെല്ലാം രഹസ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. 4000 രൂപയല്ലയോ കൈയിരിക്കുന്നത്? ഇല്ല, കാശിൻ്റെ കൈ ഉണ്ടല്ലോ വേറെ. അതെടുത്ത് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ആരും അറിയാതെ. എങ്ങനെയുണ്ട്? ഇന്ന് തന്നെ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ആശ്വാസമായിപ്പോയി. പക്ഷെ ഡയറ്റ് ചെയ്തിട്ടും തടി കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ, കുറേ ദിവസമായിട്ടും തടി കുറയാത്തപ്പോഴ് അളിയും വിചാരിക്കും ഇത് നിന്റെ ശരീരപ്രകൃതിയാന്ന്. ഐഡിയ, അത് കൊള്ളാം. ധൈര്യമായിട്ടുണ്ടാക്കി. ഉണ്ണിയപ്പ ഫുഡ് കഴിച്ചിട്ട് വർക്ക്ഷോപ്പിന്റെ അങ്ങോട്ട് ഇരിക്കുന്നു. അമ്മ എവിടെ? അമ്മ അവിടെ സലാഡ് കഴിഞ്ഞോണ്ടിരിക്കുന്നു. സലാഡ് ഉണ്ടാക്കണം? ഇത്രയും കറി ഉണ്ടായിട്ട് നോക്ക്. ഇത്രയും കറി ഉണ്ടാക്കിയിട്ട് സലാഡ് ഉണ്ടാക്കണം. ശരിയാ പറഞ്ഞ പോലെ. എന്തിനാ ഇനിയൊരു സലാഡ്? മണിയേ, എടി സലാഡൊന്നും വേണ്ട, നീങ്ങി വാ. വരുന്നു. എന്തിനു മണി സലാഡൊക്കെ ഇനി ഉണ്ടാക്കണേ? ഇത് മാത്രം കഴിക്കാൻ പോണോ? ഞാൻ ഡയറ്റിലാണ്. അതാണ് എൻ്റെ പെങ്ങൾ. മണി, എന്തോന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് ഉടനെ തന്നെ നീ എന്നോട് വാശി കാണിക്കണോ? ആരടുത്തുള്ള വാശിയില്ല. ഞാൻ തടി കുറച്ചിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ. അതാണ് എൻ്റെ പെങ്ങൾ. എത്ര ദിവസത്തേക്ക്? കൂടി പോയാ 2 ദിവസം. അതാണ് എൻ്റെ പെങ്ങൾ. അല്ല, അതല്ല എൻ്റെ പെങ്ങൾ. ചുമ്മാരി മണിക്കൂട്ടാ. മണി, നീ ഇങ്ങനെ ഈ തക്കാളിയും വെള്ളരിക്കൊക്കെ കഴിച്ചോണ്ടില്ലേ അവസാനം തലയിറങ്ങി കിടക്കും. ഒരു തലകറക്കം വരാൻ പോണില്ല. അത് മാത്രമല്ല 2 ദിവസമൊന്നുമല്ല, ഇനി തടി കുറയുന്നത് വരെ ഇത് തന്നെ കഴിക്കാൻ പോണം. അതാണ് എൻ്റെ പെങ്ങളളിയാ.
ദൈവമേ, വിശന്ന മനുഷ്യന്റെ കുടല് കരിഞ്ഞില്ലേ. മണിക്കുട്ടൻ ചേട്ടൻ എവിടെ പോയി കിടക്കണം? ചേട്ടൻ പറഞ്ഞത് കേട്ടോണ്ട് ഡയറ്റും തുടങ്ങി. കിട്ടൂലേ ഭക്ഷണം? ഞങ്ങളെ എത്തിയാ വേണ്ട, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണും വറുത്ത മീനും പുളിശ്ശേരി. മത്തി ഫ്രൈ അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. അതെ, എപ്പോഴും ഇങ്ങനെ രഹസ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയെന്ന് വരത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആഹാരം വാങ്ങിച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളില്ലേ, അതിനടുത്തുള്ള മേശ, അതിനകത്തൊരു വലിപ്പില്ലൂടി, അതിനകത്ത് വെച്ചാൽ നിനക്ക് വിശക്കുമ്പോൾ അതെടുത്ത് രഹസ്യമായിട്ട് കഴിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം, കഴിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റ് ഒന്നും കൊണ്ടൊന്ന് പുറത്ത് തട്ടരുത്. അത് ഞാൻ ഏറ്റു. അല്ല, നീ കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. സഹോദരനായി പോയില്ലേ ഞാൻ വല്ലതും പറഞ്ഞ. രഹസ്യമായിട്ട് കഴിക്കണേ. ഈ തുണി ഇവിടെ കിടക്കട്ടെ, കഴിച്ചിട്ട് വന്നെടുക്കാം. പാവം എൻ്റെ പെങ്ങള്, ജീവിതത്തിലെ ഓരോരോ വിഷമങ്ങളെ. ഇങ്ങനെ 3 പേരും ആഹാരം വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയാൽ അളിയൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ 4000 രൂപ ഒന്നും ആകത്തില്ല. നാട്ടിൽ പോയി 10 സെൻറ്റ് വിൽക്കേണ്ടി വരും. അല്ല അതെ, ഈ മണി ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാലേ അവള് ക്ഷീണിച്ചു പോലും. അങ്ങനെ ക്ഷീണിച്ച് പോകണമെന്നാണല്ലോ അളിയൻ്റെ ആഗ്രഹം. അതല്ല, ശരീരമായിട്ട് തളർന്നു പോവില്ലേന്ന്. അങ്ങനെ തളർന്ന് അവൾ ഇല്ലാതാകണമെന്നാണല്ലോ അളിയൻ്റെ ആഗ്രഹം. മണിക്കൂടാ, ഇല്ലാത്ത കാര്യം പറയട്ടോ. ചായ, ചൂട് ചായ, ചായ 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 കോഫി, ചായ കോഫി. റെയിൽവേ സ്റ്റേഷനാ അത്. ചായ കുടി മാമ. ചായ ഉണ്ടേ? ആ, ചായ വേണം, ചായ വേണം. എടുത്തോ. എനിക്ക് വേണ്ട, പഴംപൊരി വേണ്ട. ഇങ്ങനെയുണ്ട് മക്കളെ, അമ്മ എവിടെ? അമ്മയ്ക്ക് വേണ്ട പഴംപൊരി. അമ്മ ഇപ്പൊ പഴംപൊഴി ഒന്നും കഴിക്കില്ല. റംബൂച്ച കളിച്ചോണ്ട് നടക്കുകയല്ലേ. റംബൂച്ചി? റിംബോച്ച എന്ന് പറഞ്ഞാ മറ്റേ നേപ്പാളിലെ ഒരു സിനിമയുണ്ടല്ലോ, അയ്യോ, യോധ യോധ യോധ. അതില് ഒരു മുട്ടച്ചെറുക്ക ഉണ്ടല്ലോ, ഇങ്ങനെ ഇലയൊക്കെ തിന്നോണ്ടിരിക്കില്ലേ. അമ്മയുടെ ഭക്ഷണം എന്താന്നറിയോ? 2 മുരിങ്ങയില, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ. ഇതൊക്കെയാണ് ഇപ്പൊ ഭക്ഷണം. ദാ വന്നല്ല ഗ്രീൻ ടീയും കൊണ്ട്. മണി, ഒരു പഴംപൊരി കഴിക്കും. അമ്മ നല്ല പഴംപൊരി. നല്ല പഴംപൊരി ഒരെണ്ണം കഴിക്കേ. പഴംപൊരി ഭയങ്കര കാലറിയാണ്. ഞാനൊരു തീരുമാനം എടുത്ത അതിൽ നിന്നാണ് വിട മാറൂല. അതാണ് മണിക്കുട്ടി. അതാണ് പുലിയുടെ വീട്ടുകാർ. ഓ ഡി, ഒരു പഴംപൊരിയൊക്കെ കഴിക്കാം, നീ കഴിക്കി. ഇതുപോലത്തെ പല പ്രലോഭനം ഉണ്ടാവും എനിക്കറിയാം, പക്ഷെ അതിലൊന്നും ഞാൻ വീഴും. അതാണ് പുലിയുടെ വീട്ടുകാർ. പുലി നടപടി എനിക്കറിയാം, പുലി നട ചുമ്മാരി. നീ ക്ഷീണമാവും മണി. അതുകൊണ്ട് ഇനി പറയണ്ട, ഞാൻ ക്ഷീണം വന്ന് ഞാൻ സഹിച്ചോളാം. ഞാൻ അതിന് പകരമായിട്ട് പല സാധനങ്ങളും കഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിലുണ്ടല്ലേ ഇവിടെ ശരീരം വണ്ണം കുറയും. കാക്ക മലന്ന് പറക്കും. എടി, അപ്പൊ ഈ ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടാന്ന് പറയില്ലേ, ആ, അതുമായിട്ട് എന്ത് ബന്ധം? ചുമ്മാ